നോവലിസ്റ്റും കഥാകൃത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ. നർമ്മം തുളുമ്പുന്ന ലളിത ഭാഷയുള്ള അദ്ദേഹത്തിന്റെ നോവലുകൾ ഏവരുടെയും ഹൃദയം കീഴടക്കിയിട്ടുള്ളതാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്ത കഥകളിൽ ഒന്നാണ് ഭൂമിയുടെ അവകാശികൾ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ മറ്റു കഥകളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായ ഒന്നാണിത്. 2.5 ഏക്കർ തെങ്ങിൻ പറമ്പും അതിലൊരു വീടും സ്വന്തമാക്കിയ കഥാനായകന്റെ കൊച്ചു സാമ്രാജ്യത്തിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ മനുഷ്യർക്ക് മാത്രമല്ലെന്നും മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണെന്നുമുള്ള വസ്തുത കഥയിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ലെന്നും മറ്റ് ജീവജാലങ്ങൾ കൂടിയാണെന്നും കഥയിലുടനീളം കഥാകാരൻ ഊന്നി പറയുന്നുണ്ട്. ഓർക്കുക, ജീവികളായ എല്ലാ ജീവികളും ഭൂമിയുടെ അവകാശികൾ എന്നാണ് കഥാന്ത്യത്തിൽ ബഷീർ പറയുന്നത്. എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ഇതിഹാസ നായകൻ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത മാസ്മരിക ലോകത്തേക്ക് നാം ഒരിക്കലെങ്കിലും കടന്നു ചെല്ലണം. എങ്കിൽ മാത്രമേ ഈ കഥയുടെ സത്യ പൂർണ്ണതയോടെ നമ്മിലേക്ക് എത്തുകയുള്ളൂ.